ഉച്ചയ്ക്കൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് അഗ്വാഡ ഫോർട്ടിലേക്കാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എന്തായിരിക്കും അവിടെ അവസ്ഥ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി. ഇതൊരു 1:30-2 മണി സമയത്താണ്. എന്നിട്ട് പോലും ഫോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പാലക്കാട് കോട്ട നമ്മൾ കണ്ടിട്ടില്ലല്ലേ, ഇനി ഇവിടെ പോകണമെന്നല്ലേ, വെയിലല്ലേ എന്നൊക്കെ. പുറത്തുനിന്ന് നോക്കുമ്പോഴും ഏകദേശം എല്ലാ കോട്ടകളും ഒരുപോലെയൊക്കെയാണല്ലോ ഇരിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കയറിയ പാടെ ഞങ്ങൾ വേഗം ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് പോയിരുന്നത്. കാരണം അത്ര ചൂടായിരുന്നു. ഇനിയിപ്പോൾ ഈ വെയിൽ കൊണ്ട് വല്ല തലവേദനയും വന്നു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം സ്പോയിലാകും. വേറെ ഏത് സ്പോട്ടിലേക്ക് പോകാനോ കവർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഈ സമയത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കരുതുന്നത് നല്ല അടിപൊളി കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളത്തിന് വേണ്ടി പിന്നെ ആദ്യം കോട്ടയുടെ പുറത്തൊക്കെ വന്ന് വാങ്ങേണ്ടി വരും. പക്ഷെ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും അലേണ്ടൊന്നും വരില്ല. നടക്കുന്നതിന് മുന്നേ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി എന്തായാലും കോട്ടയുടെ ഉള്ളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര ക്രൗഡഡ് അല്ല, തിരക്കില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എവിടെയും എഴുതി വെച്ചിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുള്ളതാണോ ആവോ. അകത്തേക്ക് കയറിയ പാട് ഇങ്ങനെ കുറച്ച് വിജൃംഭിച്ച സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കയറി നമ്മൾ പോകുന്നത് ഭയങ്കര വിശാലമായി തുറന്നിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ശരിക്കും ഒരു മൊട്ടക്കുന്നിൻ്റെ മേലെ നിൽക്കുന്ന ഫീലായിരുന്നു. തലേക്ക് ഇങ്ങനെ വെയിലടിച്ചിട്ട് കണ്ണുപോലും മര്യാദയ്ക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും. നേരെ അങ്ങോട്ട് വിട്ടാലോ എന്നാണ് ഏട്ടൻ ചോദിച്ചത്. എനിക്കാണെങ്കിൽ ഒന്നും കാണണ്ട, തിരിച്ച് റൂമിൽ പോയാൽ മതി, എന്നിട്ട് വൈകുന്നേരം വല്ല സ്ഥലം കാണാൻ ഇറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി സ്കൂട്ടായിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് കാറ്റുള്ളതുകൊണ്ട് അതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. വേഗം വന്ന റൂമിൽ കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ അടുത്ത സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെയിലക്കാറ് ബീച്ചിലൊക്കെ പോകുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.